أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒന്നാമതായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. ദയാപരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരുടെയും ഐഹിക ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളെയും പരിശുദ്ധ ഖുർആൻ ബന്ധിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളുമായിട്ടാണ്. യൗമുൽ ഹിസാബ്, യൗമുദ്ദീൻ, വിചാരണ നാളും പ്രതിഫല നാളും. നമ്മുടെ ഒരാളുടെയും ചെറുതോ വലുതോ ആയ യാതൊരു പ്രവർത്തനങ്ങളും ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. അള്ളാഹുവിൻ്റെ ജസായിൽ നിന്നും അവൻ്റെ ഹിസാബിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയുമോ? ഏത് സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അങ്ങനെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ജസാ, പ്രതിഫലം, അതോടൊപ്പം തന്നെ ഹിസാബ്, വിചാരണ, ഇതിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഈ ബോധം നമ്മിൽ വർദ്ധിക്കുമ്പോഴാണ് ഈമാനും അമലുസ്വാലിഹാത്തും നമ്മിൽ അധികരിക്കുന്നത്. ഈ ബോധം നമ്മിൽ കുറയുമ്പോൾ ഈമാനും അമലുസ്വാലിഹാത്തും നമ്മിൽ നിന്ന് കുറഞ്ഞു പോകും.
അതിനാൽ തന്നെയാണ്, മുമ്പൊരിക്കൽ വിശദീകരിച്ചതാണ്, അതിനാൽ തന്നെയാണ് എല്ലാ ദിനവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നമ്മെക്കൊണ്ട് അല്ലാഹു മാലിക് യൗമിദ്ദീൻ എന്ന് പറയിപ്പിക്കുന്നത്. പ്രതിഫല ദിനത്തിൻ്റെ ഉടമയായവൻ, ഈ ഓർമ്മ നമ്മളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. ജസാഇനെ കുറിച്ചും ഹിസാബിനെ കുറിച്ചുമുള്ള ബോധമുണ്ടാകുമ്പോഴാണ് നമ്മിൽ സൽപ്രവർത്തനങ്ങൾ അധികരിക്കുക. ഇന്ന് പല മനുഷ്യർക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഹിസാബിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. ജീവിതത്തെ ആരാധനാപരമായ കാര്യങ്ങളെന്നും അതല്ലാത്ത കാര്യങ്ങളെന്നും വേർപെടുത്തിയിട്ട് ആരാധനാപരമായ കാര്യങ്ങളിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലവും വിചാരണയും പ്രതീക്ഷിക്കുകയും അതല്ലാത്ത മേഖലകളിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെയും വിചാരണയെയും മറന്നുകളയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ അനന്തര ഫലമാണ് നല്ല ആരാധനകൾ നിർവഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പോലും ആ ആരാധനാ ജീവിതത്തിന് പറ്റാത്ത സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളാണെങ്കിലും സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും അത് പ്രകടമാകുന്നത് ആരാധനകളെ പ്രതിഫലത്തോടും ഹിസാബിനോടും ബന്ധിപ്പിക്കുകയും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളെ ഹിസാബിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ചില ഇസ്ലാമിക പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ യൗമുദ്ദീനിനെ കുറിച്ചുള്ള ബോധമാണ്, യൗമുൽ ഹിസാബിനെ കുറിച്ചുള്ള ബോധമാണ്. ഏതെങ്കിലും മതങ്ങളിൽ നിന്ന് യൗമുൽ ഹിസാബിനെ കുറിച്ചും യൗമുദ്ദീനിനെ കുറിച്ചുമുള്ള ബോധം ഇല്ലാതാകുമ്പോൾ, കുറഞ്ഞു വരുമ്പോൾ, അത്തരം മതങ്ങൾ മനുഷ്യൻ്റെ നാശത്തിന്, നശീകരണത്തിനുള്ള ഉപകരണങ്ങളായി മാറിപ്പോകുമെന്ന്. ഇത് ശരിയായ ഒരു നിരീക്ഷണമാണ്. വർത്തമാനകാലത്ത് നമ്മളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ബുദ്ധമതം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതമാണ്. ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ്. അഹിംസയാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ മ്യാൻമർ, ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സാധാരണക്കാരെ, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മുസ്ലിം സാധാരണക്കാരെ കൊല ചെയ്തിട്ടുള്ളത് മ്യാൻമറിലായാലും നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിലായാലും ബുദ്ധമതക്കാരാണ് എന്ന് കാണുവാൻ കഴിയും. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അഹിംസയായിരിക്കും. അപ്പോൾ പോലും ജനങ്ങളെ നശീകരിക്കുവാനുള്ള ഉപാധിയായിട്ട്, ഉപകരണമായിട്ട് മതവിശ്വാസം മാറുകയാണ്. ഇത് എല്ലാ മതങ്ങളിലും ബാധകമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. യൗമുൽ ഹിസാബിനെ കുറിച്ചും യൗമുദ്ദീനിനെ കുറിച്ചുമുള്ള ബോധം മതത്തിൻ്റെ അന്തസത്തയായിട്ട് വർദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് മുമ്പ് ജീർണത ബാധിച്ച മതസമൂഹങ്ങളെക്കുറിച്ച് ഖുർആൻ വിലയിരുത്തുന്നുണ്ട്. ആ മതസമൂഹങ്ങൾക്ക് ജീർണത ബാധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ബോധത്തിൽ വന്ന തകരാറാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ജൂതമതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും. നമ്മുടെ സമുദായത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മുസ്ലിം സമൂഹത്തിൽ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ, അവരുടെ സാമ്പത്തിക ജീവിതത്തിലും സദാചാര ജീവിതത്തിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് യൗമുൽ ഹിസാബിനെ കുറിച്ചും യൗമുദ്ദീനിനെ കുറിച്ചുമുള്ള ബോധങ്ങളിൽ തെറ്റായ ധാരണകൾ കടന്നു വരുമ്പോഴാണ്.
മതപുരോഹിതന്മാർ ആദ്യം ചെയ്യുന്നത്, മതസമൂഹങ്ങളെ ജീർണതയിലേക്ക് കൊണ്ടുപോകുവാൻ മതപുരോഹിതന്മാർ ആദ്യം ചെയ്യുന്നത് പരലോക വിശ്വാസത്തിൽ പിഴവുകൾ ഉണ്ടാക്കുക എന്നതാണ്. ഇത് ഏറെ ആലോചിക്കാതെ തന്നെ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. യൗമുദ്ദീനെ കുറിച്ചുള്ള ബോധം ഒരാളിൽ കുറഞ്ഞു വന്നാൽ അയാൾ ഖാദിമുൽ ജിസ്, ശരീരത്തിൻ്റെ സേവകനായി മാറും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ സേവകനായിട്ട് അയാൾ മാറും എന്ന് പറയുന്നു. എന്നാൽ യൗമുദ്ദീനെ കുറിച്ചുള്ള ബോധം മനുഷ്യ ഹൃദയങ്ങളുടെ ആഴത്തിൽ വേരൂന്നുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. ഷഹീദ് സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന പുസ്തകത്തിൽ യൂനുസ് ബിൻ ഉബൈദിൻ്റെ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. യൂനുസ് ബിൻ ഉബൈദ് ഒരു വസ്ത്രവ്യാപാരിയാണ്. വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളുമുള്ള വസ്ത്രങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വസ്ത്ര വ്യാപാരി. അദ്ദേഹം ഒരു ദിവസം നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. സയ്യിദ് കുത്തുബ് ഈ സംഭവം രേഖപ്പെടുത്തുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ സഹോദരപുത്രന് ആ കടയിൽ തൽക്കാലം നിർത്തുകയാണ്. കടയിലേക്കൊരാൾ സാധനം വാങ്ങുവാൻ വേണ്ടി വരുന്നു. ആ വസ്ത്രവ്യാപാരിയുടെ വസ്ത്രസ്ഥാപനത്തിൽ രണ്ട് സ്വഭാവത്തിലുള്ള, രണ്ട് തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. ഒരു ജോഡിക്ക് 400 രൂപയും മറ്റൊരു ജോഡിക്ക് 200 രൂപയുമാണ്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ വസ്ത്രം വാങ്ങുവാൻ വേണ്ടി വരുന്നു. ഗ്രാമീണന് ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന് വില ചോദിക്കുന്നു. സഹോദരപുത്രൻ അറിയാതെ അതിന് വില 400 ആണെന്ന് പറയുന്നു. സംതൃപ്തിയോടുകൂടി ആ വസ്ത്രം വാങ്ങിയിട്ട് ഗ്രാമീണൻ തിരിച്ചു പോവുകയാണ്. നമസ്കരിച്ച് തിരിച്ചു വരുന്ന യൂനുസ് ബിൻ ഉബൈദ് വസ്ത്രം വാങ്ങിയിട്ട് വരുന്ന ഗ്രാമീണനെ കാണുന്നു. യൂനുസ് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വസ്ത്രം വാങ്ങിയത്? അയാൾ കടയുടെ പേര് പറഞ്ഞു. യൂനുസ് ബിൻ ഉബൈദിന്റെ കടയാണ്. എത്ര കാശാണ് നിങ്ങൾ ഇതിന് കൊടുത്തിട്ടുള്ളത്? ഞാൻ 400 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഈ യൂനുസ് പറയുന്നു, സഹോദര, ഇതിന് 400 ഇല്ലല്ലോ, 200 മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ അതിന് 500 ആണ്, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സയ്യിദ് കുത്തുബ് പറയുകയാണ്, ഇസ്ലാമിൻ്റെ സാമൂഹ്യ നീതി പൂത്തുലഞ്ഞ കാലങ്ങളിൽ അതിൽ ദൃശ്യമായിട്ടുള്ള അത്ഭുതകരമായ സംഭവങ്ങളെക്കുറിച്ച് ഈ ഗ്രാമീണനായ മനുഷ്യനെ തിരിച്ച് തൻ്റെ കടയിലേക്ക് കൊണ്ടുപോയിട്ട് 200 രൂപ മടക്കി കൊടുക്കുകയും 200 രൂപയുടെ സാധനം 400 രൂപക്ക് വിറ്റതിന് തൻ്റെ സഹോദരപുത്രനെ ശാസിക്കുകയും, നിനക്ക് അള്ളാഹുവിൻ്റെ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ബോധമില്ലേ എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗമുൽ ഹിസാബിനെ കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മുറാദ് ഹോഫ്മാൻ ലോക മുസ്ലിം രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ തുർക്കിയിൽ എത്തിച്ചേരുകയാണ്. പല ലോക മുസ്ലിം രാജ്യങ്ങളുടെയും അനുഭവങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തുർക്കിയുടെ അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോഫ്മാൻ ഒരു കടയിലേക്ക് കയറുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് തകർന്ന് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ പലതും കൈയൊഴിഞ്ഞ്, ഖുർആനിന്റെ ഭാഷ പോലും കൈയൊഴിഞ്ഞ്, തുർക്കി ലിപിയിൽ ഖുർആൻ വായിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ തുർക്കിയുടെ ചരിത്രം മാറ്റമാണ്. ഇസ്ലാം വീണ്ടും അവിടെ നിന്ന് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഉർദുഖാന്റെയും നജമുദ്ദീൻ അർബക്കാന്റെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് ഇസ്ലാം ഉയർന്നു വരികയാണ്. ഹോഫ്മാൻ പറയുകയാണ്, യൂറോപ്പിലുള്ള എൻ്റെ അനുഭവം വെച്ച് ഞാനൊരു കടയിലേക്ക് കയറി. അവിടെ കടയുടെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നില്ല. കടയിലുള്ള സാധനങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അതേ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള കടക്കാരൻ വരികയും തൻ്റെ ഇപ്പുറത്തുള്ള കടക്കാരൻ്റെ സാധനങ്ങളുടെ മഹിമ പറയുകയും ചെയ്യുകയാണ്. ഹോഫ്മാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ കടയാണോ ഇത്? അല്ല, എൻ്റെ കട അപ്പുറത്തേതാണ്. നിങ്ങളുടെ കടയിൽ ഇതേ സാധനങ്ങൾ വെച്ച് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ കടയിൽ
സാധനങ്ങളുടെ മഹിമയെക്കുറിച്ച് പറയുന്നത് അത് എൻ്റെ മൂല്യമാണെന്നും അത് എൻ്റെ ആദർശത്തിൻ്റെ പ്രതികരണമാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഹോഫ്മാൻ പറയുന്നു, യൂറോപ്പിൽ ഒരിടത്തും ഇത് നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. ഇസ്ലാം നാമാവശേഷമായതിന് ശേഷവും മുസ്ലിം മനസ്സുകളിൽ യൗമുൽ ഹിസാബിനെ കുറിച്ചുള്ള ബോധമുണ്ടായതിൻ്റെ അനന്തര ഫലമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ജസാഇൽ നിന്നും ഹിസാബിൽ നിന്നും മുക്തമാക്കുവാൻ നമുക്ക് കഴിയുകയില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു, ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ, അത് ഒരു ഘോര ശബ്ദം മാത്രമാണ്. അതൊരു ഘോര ശബ്ദം മാത്രമാണ്. വഇദാഹും യൻളുറൂൻ, അന്ന് മനുഷ്യരെല്ലാവരും, മനുഷ്യ മക്കൾ മുഴുവൻ ആ ദിനത്തിന്റെ ഭീകരത കാണുന്നതാണ്. വഖിഫൂഹും, നിൽക്കുക, അല്ലാഹു അവരോട് പറയും, നിൽക്കുക, ഇന്നഹും മസ്ഊലൂൻ, നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്ന്. നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, മനുഷ്യ മക്കളെ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നോടും നിങ്ങളോടും ഹിസാബ് നടത്തുന്ന ഒരു നാൾ ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഹിസാബിനെ കുറിച്ചുള്ള ബോധമില്ലാതെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എങ്കിൽ അയാൾക്ക് വരുവാനുള്ളത് എന്താണ്? ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ, നരകം പതിസ്ഥലത്ത് കാത്തിരിക്കുകയാണ്. ലിത്താഈന മആബ, ധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള സങ്കേതമാണ് അത്. ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗാന്തരങ്ങളോളം അവർക്കവിടെ കഴിയേണ്ടി വരും. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാലങ്ങളോളം അവർക്കവിടെ കഴിയേണ്ടി വരും. ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ, അവിടെ ശീതളമായ പാനീയങ്ങളോ അവർക്ക് ആനന്ദമുണ്ടാക്കുന്ന വിഭവങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ഇല്ല ഹമീമം വഗസാക, ചീഞ്ചലവും വല്ലാതെ ചുട്ടുപൊള്ളുന്ന വെള്ളവുമല്ലാതെ മറ്റൊന്നും അവർക്കവിടെ കുടിക്കാൻ ഉണ്ടാവുകയില്ല. ജസാഅം വിഫാഖ, അനുയോജ്യമായ പ്രതിഫലമായിരിക്കും അവർക്കത്. ഈ പ്രതിഫലം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്നഹും കാനു, അവരായിരുന്നു ലാ യർജൂന ഹിസാബ, വിചാരണയെ നേരിടേണ്ടി വരും എന്ന ബോധമില്ലാതെ ജീവിച്ചവർ, വിചാരണയെ നേരിടേണ്ടി വരുമെന്നുള്ള യാതൊരു ബോധവുമില്ലാതെ ജീവിച്ചവർ, അവർക്ക് ഈ തരത്തിലുള്ള പ്രതിഫലമാണ് നാം നൽകുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ജസാവും അള്ളാഹുവിൻ്റെ ഹിസാബും വരാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ പിഴവുകളും നീ മാപ്പാക്കി തരണമേ റബ്ബേ. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഗുണങ്ങളും ജീവിതാവസാനം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സന്മാർഗത്തിലും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ.
ഞങ്ങളുടെ സന്താനങ്ങളെ നീ നേർമാർഗത്തിലാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.